എന്താണ് പഞ്ചശുദ്ധി? ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, പൂജകളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നമ്മൾ പഞ്ചശുദ്ധി പാലിക്കണമെന്ന് പറയും. എന്താണ് പഞ്ചശുദ്ധി? ദേഹശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ഇവയെല്ലാമാണ് പഞ്ചശുദ്ധികൾ എന്നറിയപ്പെടുന്നത്. ദേഹശുദ്ധി എന്നാൽ നമ്മൾ 2 നേരം കുളിക്കുക, ബ്രഷ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ നമ്മുടെ ദേഹം ശുദ്ധിയാക്കി വെക്കാം. ആഹാരശുദ്ധി എന്നാലോ സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, ലഹരി പദാർത്ഥങ്ങൾ പാടെ ഉപേക്ഷിക്കുക, നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിക്കുക, ഇതാണ് ആഹാരശുദ്ധി. ഇനി വാക്ശുദ്ധി എന്നാലോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സൗമ്യമായ വാക്കുകൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മോശമായാൽ അത് നമ്മളെ മാത്രമേ ബാധിക്കൂ, പക്ഷെ പറയുന്ന വാക്കുകൾ മോശമായാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അത് മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് വാക്ശുദ്ധി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. അടുത്തതായി കർമ്മശുദ്ധി, മനഃശുദ്ധി എന്നാലോ നമ്മളിനി ദേഹം ശുദ്ധമാക്കിയിട്ടും അതുപോലെ ആഹാരം ശുദ്ധമാക്കിയിട്ടും കാര്യമുണ്ടോ? നമ്മുടെ മനസ്സിനെയല്ലേ ആദ്യം ശുദ്ധമാക്കേണ്ടത്. അപ്പം മനഃശുദ്ധി എന്നാൽ നമ്മുടെ മനസ്സിൽ കാമക്രോധ ലോഭ മോഹാദികളൊന്നുമില്ലാതെ വാശി, പക, അഹങ്കാരം, അസൂയ, അത്തരത്തിലുള്ള മോശമായിട്ടുള്ള വികാരങ്ങളും ചിന്തകളും ഒന്നുമില്ലാതെ സച്ചിന്തകൾ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക, ധർമ്മിഷ്ഠമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് മനഃശുദ്ധി. മനസ്സ് ശുദ്ധമാക്കി വെക്കുക. ഈശ്വരൻ്റെ ഇരിപ്പിടമാണ് നമ്മുടെ ഹൃദയമല്ലേ, അപ്പോൾ ആ ഹൃദയം മനസ്സെല്ലാം ശുദ്ധമാക്കി വെക്കാം. ഇനി അടുത്തതായി കർമ്മശുദ്ധി എന്നാൽ നമ്മുടെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അതായത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കള്ളച്ചൂത്, കള്ളത്തരങ്ങൾ കാണിക്കുക, ചെയ്യുന്ന കർമ്മങ്ങളിൽ കള്ളത്തരങ്ങൾ കാണിക്കുക, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ധർമ്മിഷ്ഠമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇത്തരം പഞ്ചശുദ്ധികളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാം, പൂജകളിൽ പങ്കെടുക്കാം, വ്രതാനുഷ്ഠാനങ്ങൾ നടത്താം. അപ്പോൾ അതിൻ്റെ ഫലം 100 ഇരട്ടിയായിരിക്കും. അപ്പോൾ എല്ലാവരും പഞ്ചശുദ്ധികൾ പാലിക്കാം.